ഇപ്പോൾ ഈ പാർട്ടിക്ക് വേണ്ടി തല്ലുകൊള്ളുകയും ജയിലിൽ കിടക്കുകയും കഷ്ടപ്പെടുകയൊക്കെ ചെയ്ത നൂറുകണക്കിന് സഖാക്കൾ ഈ ജില്ലയിലുണ്ട്. അവരിൽ എത്ര പേർക്കൊരു MLA ആകുന്നത് പോട്ടെ, ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തന്നെ എത്ര പേർക്ക് അവസരം കിട്ടും? ഇതെല്ലാം പാർട്ടി പല ഘടകങ്ങളും പരിഗണിച്ചുകൊണ്ട് തീരുമാനിച്ച് ഏതാനും പേർക്ക് മാത്രം കിട്ടുന്ന അവസരങ്ങളാണ് ഇങ്ങനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുക, MLA ആകുക എന്നെല്ലാം ഉള്ളത്. ഇത് 3 തവണ MLA ആകാനുള്ള അവസരം കൊടുത്തു. അപ്പോൾ അവഗണിച്ചു എന്ന് അഡ്വക്കേറ്റ് ഐഷ പോറ്റി പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. പാർട്ടി അഡ്വക്കേറ്റ് ഐഷ പോറ്റി എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന, വ്യക്തിപരമായിട്ട് അടുപ്പമുള്ള ഒരാളാണ്. സമീപ നാളുകളിൽ എനിക്കെല്ലാം പരിചയമുള്ളവർ ചേർന്നിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ അഡ്വക്കേറ്റ് ഐഷ പോറ്റിക്ക് ഒരു അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു. ആ വിവരം അറിഞ്ഞപ്പോൾ ഐഷ പോറ്റിയെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ സന്ദേശം അയക്കുകയുണ്ടായി. അപ്പോൾ ഞങ്ങൾ തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. കുണ്ട്രയിൽ നിന്നും കേരള നിയമസഭയിലേക്ക് 2006 തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ കൊട്ടാരക്കരയിൽ നിന്നും നിയമസഭയിലേക്ക് ജയിച്ചു വന്ന വ്യക്തി കൂടിയാണ്. അങ്ങനെ നിയമസഭയ്ക്കുള്ളിൽ വെച്ചും എനിക്ക് പരിചയമുള്ളൊരു വ്യക്തിയാണ്. അപ്പം അഡ്വക്കേറ്റ് ഐഷ പോറ്റി ഇപ്പോൾ എടുത്ത തീരുമാനം എനിക്ക് വളരെ വേദനയുള്ളൊരു തീരുമാനമാണ്. കാരണം CPIMന്റെ ഭാഗമായി പ്രവർത്തിച്ച് CPIMന്റെ സന്ദേശം ജനങ്ങളിലെത്തിക്കാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നപ്പം അഡ്വക്കേറ്റ് ഐഷ പോറ്റിക്ക് അവസരം കിട്ടിയതാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാകുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമാണ്. അതിനുശേഷം 3 തവണ MLA ആകാനുള്ള അവസരം അഡ്വക്കേറ്റ് ഐഷ പോറ്റിക്ക് പാർട്ടി കൊടുത്തു. അപ്പോൾ പാർട്ടിയുടെ ഭാഗമായി LDFന്റെ ഭാഗമായും ഐഷ പോറ്റി പ്രവർത്തിക്കുകയും പാർട്ടിക്കും LDFനും ഐഷ പോറ്റി ചില സംഭാവന നൽകുകയും ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കാണാതിരിക്കുന്നില്ല. അതിന് തുല്യമോ അതിൽ കൂടുതലോ പാർട്ടിയും LDFും അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പാർട്ടിക്ക് വേണ്ടി തല്ലുകൊള്ളുകയും ജയിലിൽ കിടക്കുകയും കഷ്ടപ്പെടുകയൊക്കെ ചെയ്ത നൂറുകണക്കിന് സഖാക്കൾ ഈ ജില്ലയിലുണ്ട്. അവരിൽ എത്ര പേർക്കൊരു MLA ആകുന്നത് പോട്ടെ, ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തന്നെ എത്ര പേർക്ക് അവസരം കിട്ടും? ഇതെല്ലാം പാർട്ടി പല ഘടകങ്ങളും പരിഗണിച്ചുകൊണ്ട് തീരുമാനിച്ച് ഏതാനും പേർക്ക് മാത്രം കിട്ടുന്ന അവസരങ്ങളാണ് ഇങ്ങനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുക, MLA ആകുക എന്നെല്ലാം ഉള്ളത്. ഇത് 3 തവണ MLA ആകാനുള്ള അവസരം കൊടുത്തു. അപ്പോൾ അവഗണിച്ചു എന്ന് അഡ്വക്കേറ്റ് ഐഷ പോറ്റി പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം MLA ആക്കുകയോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുകയോ ചെയ്യാൻ വേണ്ടിയിട്ടല്ല പാർട്ടിയിലേക്ക് വരുന്നത്. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ്. ആ പാർട്ടി പ്രവർത്തിക്കാനുള്ള അവസരം കൊടുത്തു. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ട് പിന്നെ ഉൾപ്പെടുത്തി. ഇപ്പോൾ ഏരിയ കമ്മിറ്റി അംഗമായിട്ട് ബോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓൾ ഇന്ത്യ ലോയേഴ്സ് ഫോറത്തിന്റെ ഉത്തരവാദിത്വം വഹിച്ചിട്ടുണ്ട്. അപ്പോൾ പല പല മേഖലകളിലുള്ള അംഗീകാരം കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ ഘട്ടത്തിൽ പാർട്ടിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ഐഷ പോറ്റി പ്രവർത്തിച്ചിട്ടെന്ന് ഞാൻ പറയുന്നില്ല, പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ പാർട്ടി ഒരുപാട് പ്രശസ്തിയും അംഗീകാരവും നിക്ഷേപിച്ചിട്ടുണ്ട്. ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകാതിരുന്നു, 3 തവണ MLA ആകാതിരുന്ന ഒരു അഡ്വക്കേറ്റ് ഐഷ പോറ്റി കോൺഗ്രസിൽ ചേരുന്നു എന്തെങ്കിലും വാർത്തയാകുമായിരുന്നു? ഇല്ലല്ലോ. അപ്പോൾ കോൺഗ്രസിൽ താൻ ചേരുന്നത് ഒരു വാർത്തയാകാൻ തക്ക പ്രാധാന്യം തനിക്ക് തന്ന ഈ പാർട്ടിയെ ഇങ്ങനെ മറന്നിട്ട് അഡ്വക്കേറ്റ് ഐഷ പോറ്റി പോകാൻ പാടില്ലായിരുന്നു. ഞങ്ങളെയൊക്കെ വിളിച്ച് സംസാരിക്കാൻ എൻ്റെ ടെലിഫോൺ നമ്പറുണ്ട് ഐഷ പോറ്റിയുടെ. ഞങ്ങളിടയ്ക്ക് ഫോണിൽ സംസാരിക്കാറുണ്ട്, എപ്പോഴും സംസാരിക്കാറില്ല. അപ്പോൾ ഇത് പിന്നെ അഡ്വക്കേറ്റ് ഐഷ പോറ്റിയെക്കുറിച്ച് നമ്മുടെ നാട്ടിലൊരു വലിയ മതിപ്പുണ്ടാക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എനിക്കെന്തായാലും അത് വളരെ വേദന തോന്നിയ ഒരു കാര്യമാണ്. ഇത് കൊട്ടാരക്കരയിലെ തെരഞ്ഞെടുപ്പിനെയോ കൊല്ലം ജില്ലയിലെയോ കേരളത്തിലെയോ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെയോ ഇത് ബാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ജനങ്ങൾക്ക് വസ്തുതകൾ മനസ്സിലാക്കാനുള്ള അവസരമുണ്ട്. ജനങ്ങൾ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നിലപാടെടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ല, അങ്ങനെയുണ്ടെങ്കിൽ അതെല്ലാം ഉന്നയിക്കാനും ചർച്ച ചെയ്യാൻ പാർട്ടിയിൽ സന്ദർഭങ്ങളുണ്ട്, പാർട്ടി കമ്മിറ്റികളുണ്ട്. ഇപ്പോൾ പാർട്ടി കമ്മിറ്റി ഒന്നും ഇല്ലാത്തവരെ കാണാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഒരു ഫോൺ വിളിച്ചാൽ ഞങ്ങളെ കിട്ടും, ഞങ്ങളെ ആരെയും കിട്ടും. അപ്പം ഇപ്പൊ നമ്മൾ ഇവരുടെ
മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയല്ലേ. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. അവസരവാദപരമായ നിലപാടാണ് സ്വീകരിച്ചതെന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാവും. രാഷ്ട്രീയ പ്രവർത്തകരെ കുറിച്ച് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് മതിപ്പുണ്ടാകുന്ന ഒരു പ്രവർത്തനമല്ല അഡ്വക്കേറ്റ് ഐഷ പോറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. രാഷ്ട്രീയ രംഗത്തുള്ളവർ ഇത്രയൊക്കെ ഉള്ളൂ. ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്ന് വളരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളെല്ലാം ആ പാർട്ടിയിൽ നിന്നും പ്രസ്ഥാനത്തിൽ നിന്നും ജനങ്ങളിൽ നിന്നും ലഭിച്ചതിന് ശേഷം തനിക്ക് പറയാനുള്ളത് ആ പാർട്ടിയുടെ വേദികളിൽ അവതരിപ്പിച്ചതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കാതെ എതിർപാളയത്തിലേക്ക് ഇങ്ങനെ പോവുക. ആ എതിർപാളയത്തെക്കുറിച്ചൊന്നും ഞാൻ കൂടുതലൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ഒട്ടും ജനങ്ങൾക്കിടയിൽ മതിപ്പുണ്ടാകുന്ന ഒരു കാര്യമല്ല. മതിയല്ലോ. കോൺഗ്രസിൽ